കാത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പാറ്റേൺ വെച്ച് സാരി ബ്ലൗസ് വെട്ടിയെടുക്കുന്നത് കാണിച്ചിരുന്നു. ഇന്ന് നമുക്കൊരു ടോപ്പ് വെട്ടുന്നതാണ് കാണിക്കുന്നത്. അത് ശരിക്കുള്ള തുണിയിൽ തന്നെയാണ് വെട്ടി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിൻ്റെ അളവുകൾ നമുക്ക് ഫുൾ ലെങ്ത് 40, ചെസ്റ്റ് 34, വേസ്റ്റ് ലെങ്ത് 13, വേസ്റ്റ് വിഡ്ത്ത് 30, സ്ലിറ്റ് ലെങ്ത് 20, സ്ലിറ്റ് വിഡ്ത്ത് 39, ഷോൾഡർ 6.25, സ്ലീവ് ലെങ്ത് 14, സ്ലീവ് വിഡ്ത്ത് 10, ഫ്ലെയർ 13. അപ്പോൾ ഇത്രയാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ട അളവുകൾ. അപ്പം ആദ്യം നമ്മൾ തുണി മടക്കിയിടുക. ഒക്കെ അറിയാമല്ലോ. തുണി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഫുൾ ലെങ്ത് 40 വേണം. അപ്പം 42 ഇട്ട് മടക്കിയിടുക. അതിനുശേഷം ചെസ്റ്റ് അല്ല, ഷോൾഡറാണല്ലോ നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഷോൾഡർ നമുക്ക് 34 ഇഞ്ച് ആകുമ്പോഴത്തേക്കിനും ഒരു 6.25 മതിയാകും. ആ 6.25 ഷോൾഡർ അടയാളപ്പെടുത്തുക. അതിനുശേഷം താഴേക്ക് ആ 6.25 തന്നെ നമുക്ക് ഷോൾഡറിന് കൈക്കുഴിക്ക് അടയാളപ്പെടുത്താം. 6.25 ഷോൾഡർ എടുത്ത അതേ അളവ് തന്നെ താഴേക്ക് വേണം, നമുക്കറിയാമല്ലോ. അപ്പം ഷോൾഡർ 6.25, അവിടുന്ന് താഴേക്കും 6.25. പിന്നെ അവിടെയാണ് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത്. അത് ഇപ്പോൾ ചെസ്റ്റ് നമുക്ക് 34, 34ൻ്റെ 4 8.5 നമ്മളിവിടെ വരച്ചിരിക്കുന്നത് തെളിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് നമുക്ക് 8.5 വേണ്ടത്. അപ്പോൾ 8.5 നമുക്കിവിടെ അടയാളപ്പെടുത്താം. ആ 8.5 പിന്നെ നമുക്ക് ലൂസ് വേണം. ലൂസ് 1 ഇഞ്ച്, പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം കറക്റ്റ് 8.5 പോരല്ലോ. 8.5 പിന്നെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ്, ലൂസ് കഴിഞ്ഞ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ നമുക്ക് 11 ഇഞ്ച് ഇവിടെ മൊത്തം വേണം. 11 ഇഞ്ച് ചെസ്റ്റ് അളവ് വരും. പിന്നെ നമുക്കിവിടെ കൈക്കുഴി നമുക്ക് ഇവിടെ നമ്മൾ ആ 8.5 അടയാളപ്പെടുത്തിടത്തേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചാൽ മതി. വരച്ചാൽ മതി. അപ്പോൾ അപ്പുറത്തേക്ക് ഒത്തിരി കടന്നു പോകണ്ട. അപ്പുറത്തേക്ക് കടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതാവും, വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കൈക്കുഴി വരയ്ക്കുക. പിന്നെ അടുത്ത് വേണ്ടത് നമുക്ക് നെക്ക് നമുക്കിവിടെ ഒരു 2.25 എടുക്കുന്നുള്ളൂ. ഒത്തിരി വിട്ട് വേണ്ട ആളല്ല, അതുകൊണ്ട് നെക്ക് 2.25. താഴേക്ക് അതുപോലെ ഒരു 6 ഇഞ്ച്, 5.5. നമ്മൾ 6 എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 5.5 കിട്ടും. അപ്പോൾ നെക്കും ചെറിയ അളവ് മതി. നെക്ക് ലെങ്ത് അപ്പോൾ ഇവിടെയും 2.25 വരച്ചു. ഇത് രണ്ടും കൂടി നമുക്ക് യോജിപ്പിച്ച് ബോക്സാക്കി നമുക്ക് ഇഷ്ടമുള്ളൊരു നെക്ക് വരയ്ക്കുക. നെക്ക് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് നമുക്ക് എന്തായാലും വരയ്ക്കാം. ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള വേറൊരു നെക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് 1 ഇഞ്ചൊന്ന് മാറ്റിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമ്മളിവിടെ ഒരു പോയിൻ്റ് വെച്ചു. ഇവിടെ ഒരു 1/2 ഇഞ്ച് പോയിൻ്റ് മാറ്റി വെച്ചു. അതിലേക്ക് നമുക്ക് ഷേപ്പ് വരുത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. നമുക്കിഷ്ടമുള്ള നെക്ക് നമുക്ക് വരച്ചെടുക്കാം. ഞാനൊരു നെക്ക് വേറെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നെക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏത് നെക്കാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ നെക്ക് നമുക്ക് വരച്ചെടുക്കാം. അത് തയ്ക്കുന്ന ഇടുന്ന ആൾ ഏത് അളവാണ് പറയുന്നത് അതനുസരിച്ചുള്ള, ഏത് നെക്ക് വേണമെന്ന് പറയുന്നത് അനുസരിച്ചാണ് നമുക്ക് നെക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് വേസ്റ്റ് ലെങ്ത് 13. സാധാ അത്യാവശ്യം വലിയ പൊക്കവും ഒന്നും ഇല്ലാത്തവർക്ക് 13 മതിയാകും. നല്ല പൊക്കമുള്ളവർക്ക് നമ്മൾ 14 ഇടാറുള്ളൂ. സാധാ എല്ലാവർക്കും 13 തന്നെ മതിയാകും. ആ 13 ലെങ്ത് വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തി അതിനുശേഷം വേസ്റ്റ് വിഡ്ത്ത് അടയാളപ്പെടുത്തുക. വേസ്റ്റ് വിഡ്ത്ത് നമുക്ക് വന്നിരിക്കുന്നത് 30. അപ്പം 30ൻ്റെ 4/1 എടുക്കണം. 30ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 7.5 വരും. 7.5 എടുത്തു. അതുപോലെ തന്നെ നമുക്ക് മുന്നിൽ കാണിച്ചതുപോലെ തന്നെ 1 ഇഞ്ച് ലൂസ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം അതിട്ടാണ് നമുക്ക് വെട്ടേണ്ടത്. പിന്നെ അടുത്ത് നമുക്ക് എടുക്കേണ്ടത് സ്ലിറ്റ് വിഡ്ത്ത് നമുക്ക് 20 അല്ല 21 മതി. അപ്പോൾ നമുക്കിവിടെ
20 മതി. ഇച്ചിരി പൊക്കം കുറവുള്ള ആയതുകൊണ്ട് നമുക്ക് 20 മതി. ആ 20-ൽ ഈ സ്ലിറ്റ് വിട്ട് അടയാളപ്പെടുത്തണം. സ്ലിറ്റ് വിട്ട് അടയാളപ്പെടുത്തുമ്പോൾ സ്ലിറ്റ് വിട്ട് 39ആണ്. 39-ൻ്റെ 4-1 9.75. 9.75. അതിൻ്റെ കൂടെ നമുക്ക് ലൂസിൻ്റെ ആവശ്യമില്ല. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം മതി. ഇവിടെ എല്ലാം നമുക്ക് ലൂസ് വേണം, പക്ഷേ ഇവിടെ നമുക്ക് ലൂസിൻ്റെ ആവശ്യമില്ല. നമുക്ക് അവിടെ തയ്യൽ തുമ്പ് മതി. അപ്പോൾ 1.5 ഇഞ്ച് ഇട്ടാൽ മതിയാവും. അപ്പം ഇങ്ങനെ ചെയ്യുക. അപ്പം ഇത് നമുക്ക് വരയ്ക്കേണ്ട, തയ്ച്ച് പോകേണ്ടതാണ്. അത് ഇവിടോട്ട് പോകും. പിന്നെ ഫ്ലെയർ നമുക്ക് ഒരു 13 എടുക്കാം. ഫ്ലെയർ 13 അപ്പം അവിടുന്ന് താഴേക്ക് യോജിപ്പിക്കുക. ഇവിടെ നിന്ന് നമുക്ക് നേരെ നമുക്ക് ഫ്ലെയർ എവിടേക്കാണ് വേണ്ടത് ആ ഫ്ലെയറിലേക്ക് യോജിപ്പിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ്ങും. വഴിയായതുകൊണ്ട് വണ്ടിയുടെ സൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് വെട്ടിയെടുക്കാം. ഇത്രയാണ് നമുക്ക് ടോപ്പിന് വെട്ടിയെടുക്കാനുള്ളത്. അത് നമുക്ക് വെട്ടിയെടുക്കാം. ഇത് വരുമ്പോൾ സ്ലിറ്റ് വേണ്ടെടുത്ത് നമുക്ക് ഒരു ചെറിയ നോച്ച് കൂടി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി തയ്ക്കാൻ നേരം മാറ്റിയെടുത്ത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കഴുത്ത് ഏതാണെന്ന് വെച്ചാൽ കഴുത്ത് വെട്ടുക. കഴുത്ത് നമുക്ക് തയ്ക്കാൻ നേരം ലൈനിങ് വെച്ച് തയ്ക്കുന്നതുകൊണ്ട് നമുക്ക് കഴുത്ത് തയ്ക്കാൻ നേരമാണ് സാധാരണ വെട്ടാറുള്ളത്. അപ്പം ബോഡി പാർട്ടിൻ്റെ തയ്ച്ച് വെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കൈ എടുക്കണം. കൈ നമുക്ക് ഈ ബാലൻസ് ഉള്ള തുണിയിൽ നിന്ന് കൈ എടുക്കാം. കൈ എടുക്കാൻ നമുക്ക് ഇവിടെ തന്നെ ഇവിടുന്ന് താഴേക്ക് തുടങ്ങാം. ഇവിടെ നമുക്ക് വിത്ത് ഈ കയ്യിൽ വയ്ക്കാനുള്ള വിത്ത് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു 10.5 ഇഞ്ച് ഇങ്ങോട്ട് നീട്ടിയെടുക്കാം. ഇവിടുന്ന് താഴേക്കാണെങ്കിലും എടുക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു 10.5 ഇഞ്ച് തിരിച്ച് വയ്ക്കാം. തിരിച്ച് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 10.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. താഴേക്ക് നമുക്കൊരു 11, 12 കിട്ടും. അപ്പോൾ ആ 12 തന്നെ വെച്ച് 10.5 ഇവിടെ അടയാളപ്പെടുത്തുക. കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഇപ്പോൾ ഈ ലെങ്ത് മുഴുവൻ നമുക്ക് 15 ഉണ്ട്. ഈ 15 മുഴുവനും എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടേക്ക് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് വേണ്ട 10.5-ൽ ഒരു അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെ നിന്നും താഴേക്ക് ഒരു 3.5, 3 അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. കൈ ഇങ്ങനെ വരച്ചെടുക്കുക. കയ്യിൽ നമുക്ക് വണ്ണം എത്ര വേണമെന്ന് വെച്ചാൽ വണ്ണം നമുക്ക് വേണ്ടത് 10 ആണ്. അപ്പം 10, 5.5, 6, ഒരു 7.5 വെച്ച് നമുക്ക് കൈക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കൈയ്യടന്ന് നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങ് വെട്ടിയെടുത്തിട്ട് കൈയുടെ അകപ്പെടുത്താനും മതിയാവും. ഇതിങ്ങനെ കൈക്ക് ഇത്രയും ഭാഗം മാറ്റിയെടുക്കുക. കാണിക്കുമ്പോൾ അങ്ങനെ കാണിച്ചാലേ മനസ്സിലാകുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരുകയല്ലേ. അതുകൊണ്ട് കൈക്കുള്ള പീസ് നമുക്ക് എടുത്തു. ഇറക്കം നമുക്ക് ഇത് മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇറക്കം മുഴുവനും എടുക്കാം. ഈ ഇറക്കം മുഴുവൻ എടുത്തേച്ച്
ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് നേരെ വരയ്ക്കുക. ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് നമുക്ക് താഴേക്ക് താഴ്ത്തി ഇവിടുന്ന് അപ്പോൾ കൈ ഇവിടെയാണെങ്കിൽ നമുക്കൊരു 7.5 വെച്ചു. കട്ട് ചെയ്യാം. ബ്ലൗസിനൊക്കെ കൈ വെട്ടുന്ന അതേ ഒരു പ്ലാൻ തന്നെ നമുക്ക് കൈയും വെട്ടി ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും കുഴിച്ച് വെട്ടണമല്ലോ. അപ്പം ഫ്രണ്ടും ബാക്കും ഇങ്ങനെ മാറ്റിയെടുക്കുക. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇത് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ച് താഴേക്ക് കട്ട് ചെയ്തെടുക്കുക. കൈ ഇവിടെ അപ്പം ഇങ്ങനെ ഫ്രണ്ടും ബാക്കും കയറി ഇറങ്ങി നമുക്ക് കിട്ടിക്കോളും. അപ്പം ഇവിടെ ഒരു നൂച്ചും കൊടുക്കുക. അപ്പം നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ടോപ്പിൻ്റെ കട്ടിങ് പെട്ടെന്ന് കഴിയും. ബ്ലൗസ് പോലെ അത്രയും ബുദ്ധിമുട്ടില്ല നമുക്ക് ടോപ്പ് വെട്ടിയെടുക്കാനായിട്ട്. ടോപ്പ് വെട്ടാനും തയ്ക്കാനും ഒക്കെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് ബ്ലൗസിനെ അപേക്ഷിച്ച്. അപ്പം ഇത് വെട്ടുന്ന അളവ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലൗസിൻ്റെ പാറ്റേൺ വിട്ട് കാണിച്ചിരുന്നു. ഇത് ബാക്ക്, ഫ്രണ്ട്, ഇത് കൈ, കട്ടിങ്. അപ്പം ആർക്കെങ്കിലും ഇതുപോലെ ബ്ലൗസിൻ്റെ പാറ്റേണോ അല്ലെങ്കിൽ ഇത് ടോപ്പിൻ്റെ പാറ്റേൺ വെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൻ്റെ പാറ്റേണോ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ പാറ്റേണോ ആവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. പോസ്റ്റൽ ചാർജും ചെറിയൊരു ഫീസുമായിട്ട്. കറക്റ്റ് വണ്ണം ഒന്നെടുത്ത് പറഞ്ഞ് നമുക്ക് വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നമുക്ക് ഇത് ടോപ്പിൻ്റെ ആണെങ്കിലും സാരി ബ്ലൗസിൻ്റെ ആണെങ്കിലും പാറ്റേൺ കട്ട് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അടുത്ത് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.